ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെയും വിശ്വാസ പ്രചാരണത്തിന് ഉപയോഗിച്ച കാർലോ അക്യൂത്തിസിനെ ഇന്ന് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിക്കും. 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മില്ലേനിയൽ തലമുറയാണ്. ജെൻവൈ എന്നറിയപ്പെടുന്ന തലമുറയിലെ ആദ്യ വിശുദ്ധനാണ് കാർലോ അക്യൂത്തിസ്. ഇറ്റലിക്കാരനായ ജോർജിയോ ഫ്രെസൈറ്റിയെയും വിശുദ്ധനായി പ്രഖ്യാപിക്കും. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വിശ്വാസ പ്രചാരണത്തിനുള്ള ശക്തമായ മാർഗങ്ങളാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് കാർലോ അക്യൂത്തിസ്. 2006-ൽ 15-ാം വയസ്സിൽ രക്താർബുദം ബാധിച്ചാണ് കാർലോ അക്യൂത്തിസ് മരിച്ചത്. ലണ്ടനിൽ ജനിച്ച് ഇറ്റലിയിലെ മിലാനിൽ വളർന്ന കാർലോ 11-ാം വയസ്സിലാണ് അസീസിയിലെ തന്റെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ച് വിശ്വാസ പ്രമാണത്തിന് തുടക്കമിട്ടത്. വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിന് ക്രൈസ്തവ സഭ അംഗീകരിച്ച അദ്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി. പിന്നീട് വെബ്സൈറ്റ് നിർമ്മിച്ചതോടെ കാർലോ പ്രശസ്തിയിലേക്ക് ഉയർന്നു. ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നാണ് കാർലോ അക്യൂത്തിസ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പാൻക്രിയാസിന് രോഗം ബാധിച്ച ബ്രസീലിയൻ കുട്ടിയുടെ രോഗം കാർലോയുടെ മധ്യസ്ഥതയിൽ സുഖപ്പെട്ടുവെന്നാണ് വിശ്വാസം. തുടർന്ന് 2020-ൽ കാർലോ അക്യൂത്തിസിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അപകടത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ കോസ്റ്ററിക്കയിൽ നിന്നുള്ള വലേറിയ എന്ന കൗമാരക്കാരി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് കാർലോയുടെ മധ്യസ്ഥതയിലെന്ന് സഭ കണക്കിലെടുത്തു. ഇത് രണ്ടാമത്തെ അദ്ഭുതമായി സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതോടെയാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്താനുള്ള തീരുമാനം. കഴിഞ്ഞ ഏപ്രിൽ 27-ന് കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു. ഇറ്റലിയിലെ അസീസിയിൽ കാർലോ അക്യൂത്തിസിന്റെ ഭൗതിക ശരീരം മെഴുകുപയോഗിച്ച് സംരക്ഷിച്ചിരിക്കുന്ന പള്ളി ഇതുവരെ 10 ലക്ഷത്തിലധികം പേരാണ് സന്ദർശിച്ചത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.